ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യമായ മൗര്യ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് ആയുധം കൊണ്ടായിരുന്നില്ല, മറിച്ച് ഒരൊറ്റ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടായിരുന്നു. ആ മനുഷ്യനാണ് ചാണക്യൻ. ചാണക്യന്റെ ഈ കഥയിലേക്ക് പോകുന്നതിനു മുമ്പായി ഈ വീഡിയോ ഇവിടെ നിന്ന് ഏത് സമയത്ത് കാണുന്നു എന്ന് കമന്റ് ചെയ്യൂ. വിഷ്ണുഗുപ്തനെന്നും കൗടില്യനെന്നും അറിയപ്പെട്ടിരുന്ന ആ ബ്രാഹ്മണൻ, തക്ഷശിലയിലെ മഹാപണ്ഡിതൻ, ഒരിക്കൽ പാടലീപുത്രത്തിലെ ധനനന്ദന്റെ സഭയിൽ പ്രവേശിച്ചു. എന്നാൽ അവിടെ വെച്ച് അദ്ദേഹത്തെ അപമാനിക്കപ്പെട്ടു. രാജാവ് അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിതാവിനെയും അവഹേളിക്കുകയും ചെയ്തു. അന്ന് ആ കോപാഗ്നിയിൽ ചാണക്യൻ തന്റെ മുടി അഴിച്ചിട്ട് ഒരു പ്രതിജ്ഞ ചെയ്തു: ഈ നന്ദവംശത്തെ ഞാൻ നശിപ്പിക്കും, വേരോടെ പിഴുതെറിയും. ആ പ്രതിജ്ഞയുടെ തീവ്രതയിൽ നിന്നാണ് പിന്നീട് മൗര്യ സാമ്രാജ്യത്തിന്റെ ഉദയമെന്ന മഹാഗാഥ ആരംഭിക്കുന്നത്. ചാണക്യൻ തന്റെ ലക്ഷ്യം നേടിയെടുത്തത് അദ്ദേഹത്തിന്റെ 5 അടിസ്ഥാന തന്ത്രങ്ങളിലൂടെയാണ്. ആദ്യത്തേത് ആരെയും അമിതമായി വിശ്വസിക്കരുത് എന്നതായിരുന്നു. നേരായ മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അമിതമായ സത്യസന്ധതയും വിശ്വാസവും പലപ്പോഴും വിനയാകും. ചാണക്യൻ ഒരിക്കലൊരു ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഒരു കർഷകൻ കരയുന്നത് കണ്ടു. തന്റെ കൂട്ടുകാരനെ പൂർണ്ണമായി വിശ്വസിച്ചതിന്റെ ഫലമായി അയാൾക്ക് തന്റെ പണവും ഭാര്യയും നഷ്ടപ്പെട്ടിരുന്നു. ചാണക്യൻ ആ സംഭവത്തിൽ നിന്ന് തന്റെ ശിഷ്യൻ ചന്ദ്രഗുപ്തന് ഒരു പാഠം പകർന്നുകൊടുത്തു. മനുഷ്യൻ മാറുന്ന ജീവിയാണ്. ഇന്നത്തെ സ്നേഹിതൻ നാളത്തെ ശത്രുവായേക്കാം. അതുകൊണ്ട് ആരെയും പൂർണ്ണമായി വിശ്വസിക്കരുത്. തന്റെ ഗൂഢാലോചനകളിൽ പോലും ചാണക്യൻ ഒരു കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്നു. ഓരോ ചാരനും അറിയേണ്ടത് മാത്രമേ അറിയൂ എന്നുറപ്പാക്കി. മുഴുവൻ പദ്ധതിയും ആർക്കും അറിയില്ലായിരുന്നു. പാമ്പിന് വിഷമില്ലെങ്കിൽ പോലും അത് വിഷമുള്ളതുപോലെ അഭിനയിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം. രണ്ടാമത്തെ തന്ത്രം പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക എന്നതായിരുന്നു. ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം പരാജയമാണെന്ന് ചാണക്യൻ വിശ്വസിച്ചു. ഒരു ദിവസം അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അമ്മ കുട്ടിക്ക് ചൂടുള്ള ചോറ് വിളമ്പിക്കൊടുത്തു. കുട്ടി പ്ലേറ്റിന്റെ നടുവിൽ നിന്നെടുക്കാൻ ശ്രമിച്ചപ്പോൾ കൈ പൊള്ളി. അമ്മ പറഞ്ഞു: മോനെ, നടുവിൽ നിന്നെടുക്കരുത്, വക്കുകളിൽ നിന്ന് തുടങ്ങൂ. ഈ ലളിതമായ കാഴ്ച ചാണക്യന് വലിയൊരു രാജനീതി പാഠമായി മാറി. ശത്രുവിനെ നേരിട്ട് ആക്രമിക്കരുത്. അവന്റെ ശക്തികേന്ദ്രം നടുവിലായിരിക്കും. ചുറ്റുമുള്ള സഹായികളെയും സൈന്യത്തെയും ആദ്യം നശിപ്പിക്കുക. അപ്പോൾ ശത്രു തനിയെ ദുർബലനാകും. ഈ തന്ത്രമാണ് ചാണക്യൻ പിന്നീട് നന്ദരാജാവിനെതിരെ പ്രയോഗിച്ചത്. നേരിട്ട് പാടലീപുത്രം ആക്രമിക്കാതെ ആദ്യം അതിർത്തികളിലെ ചെറിയ രാജ്യങ്ങൾ കീഴടക്കി ക്രമേണ നന്ദരാജ്യത്തെ വളഞ്ഞു. മൂന്നാമത്തെ തന്ത്രം ശത്രുവിനെ അറിയുക എന്നതായിരുന്നു. ശത്രുവിനെ നേരിടേണ്ടത് ദേഷ്യം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണെന്ന് ചാണക്യൻ പഠിപ്പിച്ചു. ശത്രുവിന്റെ ബലഹീനത അറിയുന്നവനാണ് യഥാർത്ഥ വിജയി. അദ്ദേഹം ധനനന്ദന്റെ സഭയിൽ ഒരു ചാരനെ നിയോഗിച്ചു. ആ ചാരൻ രാജാവിന്റെ വിശ്വസ്തനായി മാറി. എല്ലാ ദിവസവും അയാൾ രാജാവിന്റെ ശീലങ്ങൾ, അവന്റെ ദുർബലമായ നിയന്ത്രണങ്ങൾ, സേനാപതികളുടെ കഴിവേടുകൾ, മന്ത്രിമാരുടെ ഭ്രഷ്ട് തുടങ്ങിയ വിവരങ്ങൾ ചാണക്യനെത്തിച്ചു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ആക്രമണ പദ്ധതി തയ്യാറാക്കിയത്. ശത്രുവിന്റെ ബലഹീനത അറിയാതെ ആക്രമിക്കുന്നവൻ അന്ധനായി യുദ്ധം ചെയ്യുന്നതിന് സമമാണെന്ന് ചാണക്യൻ ഓർമ്മിപ്പിച്ചു. നാലാമത്തെ തന്ത്രം അറിവ് ഏറ്റവും വലിയ ആയുധമാണ് എന്നതായിരുന്നു. സൗന്ദര്യത്തെക്കാളും പദവിയേക്കാളും വലുത് അറിവാണെന്ന് ചാണക്യൻ വിശ്വസിച്ചു. അറിവുള്ളവനെ ലോകം മുഴുവൻ ബഹുമാനിക്കുന്നു. പ്രായമല്ല, ഒരു വ്യക്തിയുടെ അറിവാണ് അയാളുടെ യഥാർത്ഥ സ്വത്ത്. തക്ഷശിലയിലെ ഗുരുകുലത്തിൽ ചാണക്യൻ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം വേദങ്ങൾ, ഉപനിഷത്തുകൾ, രാജനീതി, അർത്ഥശാസ്ത്രം, ധനുർവേദം, യുദ്ധതന്ത്രങ്ങൾ എല്ലാം പഠിച്ചു. ഒരിക്കൽ ചന്ദ്രഗുപ്തൻ ചോദിച്ചു: ഗുരുവേ, എന്തുകൊണ്ടാണ് അങ്ങേക്ക് എപ്പോഴും ഉത്തരമറിയുന്നത്? അപ്പോൾ ചാണക്യൻ പറഞ്ഞു: കാരണം ഞാൻ പഠിച്ചു നിർത്തിയില്ല. ഓരോ ദിവസവും ഞാൻ പുതിയതെന്തെങ്കിലും പഠിക്കുന്നു. പുസ്തകങ്ങൾ എന്റെ സ്ഥിരം കൂട്ടാളികളാണ്. വിദ്യയാണ് ഏറ്റവും വലിയ സൗന്ദര്യം. അത് വാർദ്ധക്യത്തിലും നശിക്കില്ല. മറ്റെല്ലാ സമ്പത്തും കവർന്നെടുക്കാം, എന്നാൽ അറിവ് ആർക്കും കവരാനാവില്ല. അഞ്ചാമത്തെ തന്ത്രം കഴിഞ്ഞുപോയതിനെക്കുറിച്ച് വിഷമിക്കരുത് എന്നതായിരുന്നു. കഴിഞ്ഞുപോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് സമയം കളയരുതെന്നും ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നും ചാണക്യൻ ഉപദേശിച്ചു. ചാണക്യന്റെ ആദ്യ ശ്രമം നന്ദരാജാവിനെതിരെ പരാജയപ്പെട്ടു. ചന്ദ്രഗുപ്തനെ പിടികൂടി പല സൈനികരും മരിച്ചു. ചന്ദ്രഗുപ്തൻ വിഷാദത്തിലായി. അപ്പോൾ ചാണക്യൻ പറഞ്ഞു: എന്തിനു വിഷമിക്കുന്നു? കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്താണ്? പുതിയ പദ്ധതി തയ്യാറാക്കുക, പുതിയ സഖ്യങ്ങളുണ്ടാക്കുക, പുതിയ സൈന്യത്തെ സജ്ജമാക്കുക. ഭൂതത്തിൽ ജീവിക്കുന്നവൻ നശിക്കും. ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവനും നശിക്കും. ജ്ഞാനി വർത്തമാനത്തിൽ ജീവിക്കുന്നു, ഭാവിക്കായി പ്ലാൻ ചെയ്യുന്നു, ഭൂതത്തിൽ നിന്ന് പഠിക്കുന്നു. ഒരിക്കൽ പോയ കാലം തിരികെ വരില്ല. ഒരിക്കൽ ഒഴുകിപ്പോയ നദി തിരികെ വരില്ല. അതുകൊണ്ട്
ഭൂതത്തെ ഓർത്ത് വിലപിക്കാതെ വർത്തമാനത്തിൽ പ്രവർത്തിക്കുക. ഈ 5 തന്ത്രങ്ങളും ഉപയോഗിച്ചാണ് ചാണക്യൻ തന്റെ മഹാഗൂഢാലോചന നടത്തിയത്. ആദ്യം അദ്ദേഹം ചന്ദ്രഗുപ്തനെ കണ്ടെത്തി. ഒരിക്കൽ മഗധയിലൂടെ സഞ്ചരിക്കുമ്പോൾ കുറെ കുട്ടികൾ കളിക്കുന്നത് കണ്ടു. അവർ രാജാവും പ്രജകളുമായി കളിക്കുകയായിരുന്നു. ഒരു കുട്ടി ചന്ദ്രഗുപ്തൻ രാജാവായി അഭിനയിക്കുന്നു. അവൻ മറ്റു കുട്ടികൾക്ക് നിയോഗങ്ങൾ നൽകുന്നു. കുട്ടികൾ അവനെ അനുസരിക്കുന്നു. ചാണക്യൻ അവന്റെ നേതൃത്വ ഗുണം കണ്ടു. അവനെ സമീപിച്ചു, സംസാരിച്ചു. അവന്റെ ബുദ്ധിയും ധൈര്യവും മനസ്സിലാക്കി അവനെ ശിഷ്യനാക്കി. പിന്നീട് അവർ ഹിമാലയത്തിലേക്ക് പോയി. അവിടെ പർവ്വതരാജാവായ പർവ്വതേശ്വരനുമായി സഖ്യമുണ്ടാക്കി. നന്ദരാജാവിനെതിരെ ഞങ്ങളെ സഹായിക്കൂ, വിജയിച്ചാൽ പകുതി രാജ്യം തരാം എന്നു പറഞ്ഞു. പർവ്വതേശ്വരൻ സമ്മതിച്ചു. ആദ്യ ആക്രമണം പരാജയപ്പെട്ടു. ചാണക്യൻ പരാജയം വിശകലനം ചെയ്തു. ആ കുട്ടിയുടെ കഥയോർമ്മ വന്നു. നേരിട്ടുള്ള ആക്രമണം വേണ്ട, ചുറ്റുമുള്ള പ്രദേശങ്ങൾ കീഴടക്കണം, അതിർത്തികൾ വളയണം, പിന്നീട് മാത്രം പാടലീപുത്രം ആക്രമിക്കണം എന്ന് തീരുമാനിച്ചു. അദ്ദേഹം നന്ദരാജ്യത്ത് ചാരന്മാരെ നിയോഗിച്ചു. അവർ വിവരങ്ങൾ ശേഖരിച്ചു. നന്ദരാജാവിന്റെ സേനാപതിയായ ഭദ്രസാലിയെക്കുറിച്ച് എല്ലാം അറിഞ്ഞു. അവന്റെ ദുർബലതകൾ മനസ്സിലാക്കി. അവസാനം ചാണക്യന്റെ പദ്ധതി വിജയിച്ചു. ചന്ദ്രഗുപ്തൻ പാടലീപുത്രം ആക്രമിച്ചു. നന്ദരാജാവു പരാജയപ്പെട്ടു. ചാണക്യന്റെ പ്രതിജ്ഞ പൂർത്തിയായി. ചന്ദ്രഗുപ്തൻ മൗര്യസാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി. ഈ ചാണക്യരീതികൾ ഇന്നും ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും ജീവിതത്തിലും വിജയിക്കാൻ സഹായിക്കുന്നു. ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക, പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക, ശത്രുവിനെ അറിയുക, അറിവ് ഏറ്റവും വലിയ ആയുധമാക്കുക, കഴിഞ്ഞുപോയതിനെക്കുറിച്ച് വിഷമിക്കാതിരിക്കുക. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ചാൽ നിങ്ങൾക്കും ചാണക്യനെപ്പോലെ തോൽക്കാത്ത തന്ത്രങ്ങളുടെ ഉടമയാകാം.